എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും ശക്തമായ നിലപാടും താക്കീതുമായി അഡ്മിനിസ്ട്രേറ്റർ അഭിവന്യ ബോസ്കോ പിതാവ്. സീറോ മലബാർ സഭയുടെ ആരാധനക്രമ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അച്ചടക്കരാഹിത്യ പ്രവൃത്തികളെ സഭാപരമായ കാനോനിക നടപടികളിലൂടെ ക്രമപ്പെടുത്തുന്നതിനായി പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം രൂപീകൃതമായിരുന്നു. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും വഴികൾ പൂർണ്ണമായി അടഞ്ഞതുകൊണ്ടാണ് അതിരൂപത ഇത്തരത്തിൽ കടുത്ത തീരുമാനം കൈക്കൊണ്ടത്. ഇതിനെതിരെ പല കോണുകളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഭാവിരുദ്ധർ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. ഇത് നീതീകരിക്കാനാവില്ല. ഇതിനെ തുടർന്നാണ് വീണ്ടും നിലപാട് ഘടിപ്പിച്ച് ബോസ്കോ പിതാവിൻ്റെ പുതിയ സർക്കുലർ. സഭാവിരുദ്ധ പ്രതിഷേധ സംഗമങ്ങളിൽ വൈദിക സന്യസ്താത്മായ സമൂഹം പങ്കെടുക്കരുതെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്യ ബോസ്കോ പിതാവ്. അതിരൂപതയിൽ അച്ചടക്കം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് നിയമാനുസൃതമായി കൈക്കൊണ്ട തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടും സഭയിലെ പുരോഹിതരെയും സന്യസ്തരെയും ആത്മാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ചില വ്യക്തികൾ തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ ഇടവകകളിൽ വിളിച്ചുകൂട്ടുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കരുതെന്ന് വൈദിക സന്യസ്താത്മായ സമൂഹങ്ങളോട് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ആവശ്യപ്പെട്ടു. ഇത്തരം പ്രതിഷേധ സമ്മേളനങ്ങൾ, ഇതിനോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പണം തുടങ്ങിയവ സഭയുടെ നിയമാനുസൃത സംവിധാനത്തിനെതിരെയാണെന്ന് അവർ പ്രചരിപ്പിക്കുന്ന നോട്ടീസിൽ നിന്നും വ്യക്തമാണ്. സഭയെ സ്നേഹിക്കുന്ന വൈദികർ, സന്യസ്തർ, ആത്മായ വിശ്വാസികൾ എല്ലാവരും സഭാ കൂട്ടായ്മയ്ക്ക് വിഘാതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും ഇത്തരം തെറ്റായ സമ്മേളനങ്ങളുടെയും സംഗമങ്ങളുടെയും ഭാഗമാകരുതെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം പ്രത്യേകമായി രൂപീകൃതമായ കോടതി സംവിധാനത്തിൽ കാന നിയമം പറയുന്ന നിയമങ്ങൾ അതികഠിനമാണ്. സഭാ ജഡ്ജിമാരെയും ട്രൈബ്യൂണലുമായി സഹകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായി ഊന്നി പറയുന്ന ഭാഗങ്ങൾ ഇപ്രകാരമാണ്. പൗരസ്ത്യ സഭകളുടെ നിയമസംഹിത എന്ന് അറിയപ്പെടുന്ന ഓറിയന്റൽ കാന നിയമം പൗരസ്ത്യ കത്തോലിക്ക സഭകളെ നിയന്ത്രിക്കുന്നുണ്ട്. ഒരു സഭ ജഡ്ജിയുമായുള്ള നിസ്സഹകരണവുമായി ബന്ധപ്പെട്ട ചില പ്രസക്തമായ നിയമങ്ങൾ ഇപ്രകാരം. കാനോൻ 1456. ഒരു സഭാ ജഡ്ജിയുമായോ ഒരു ട്രൈബ്യൂണലുമായി സഹകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായമായ പിഴ ചുമത്താം. അതിൽ ബഹിഷ്കരിക്കലും ഉൾപ്പെടും. കാനോൻ 1460. ശരിയായി സമൻസ് അയച്ചതിന് ശേഷം ഒരു വ്യക്തി സഭാ ജഡ്ജിയുടെയോ ട്രൈബ്യൂണലിന്റെ മുൻപാകെ ഹാജരാകുന്നതിൽ പരാജയപ്പെട്ടാൽ ആ വ്യക്തിയുടെ അഭാവത്തിൽ ജഡ്ജിക്ക് കേസുമായി മുന്നോട്ട് പോകാം. കാനോൻ 1461. സഭാ വിചാരണയെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് ന്യായമായ ശിക്ഷ നൽകാം. കാനോൻ 1471. ഒരു ചർച്ച് ജഡ്ജിയുടെയോ ട്രൈബ്യൂണലിന്റെ ഉത്തരവോ ശിക്ഷയോ അനുസരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായമായ പിഴ ചുമത്താം. കാനോൻ 1472. ഒരു പള്ളി ജഡ്ജിയുടെയോ ട്രൈബ്യൂണലിന്റെ ഉത്തരവോ ശിക്ഷയോ പാലിക്കുന്നതിൽ ഒരാൾ പരാജയപ്പെട്ടാൽ അധിക പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ജഡ്ജിക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിൽ വ്യക്തമായി പറയുന്ന ഭാഗങ്ങൾ ഇപ്രകാരം. അനുസരണത്തിന്റെ തത്വം ഊന്നിപ്പറയുന്നു. കത്തോലിക്കൽ സഭയുടെ ന്യായാധിപന്മാരും ട്രൈബ്യൂണലുകളും ഉൾപ്പെടെയുള്ള സഭയുടെ നിയമാനുസൃതമായ അധികാരം അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2. സഹകരണത്തിന്റെ തത്വം. നീതിന്യായ നിർവഹണത്തിൽ സഭാ ജഡ്ജിമാരും ട്രൈബ്യൂണലുകളും ഉൾപ്പെടെയുള്ള സഭ അധികാരികളുമായി കത്തോലിക്കർ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 3. സഭ അധികാരത്തോടുള്ള ബഹുമാനത്തിന്റെ തത്വം. കത്തോലിക്കർ സഭാ അധികാരികളോട് ബഹുമാനം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, സഭാ ജഡ്ജിമാരും ട്രൈബ്യൂണലുകളും ഉൾപ്പെടെ. അതുകൊണ്ട് ഓറിയന്റൽ കാനൻ നിയമ സഭാ ജഡ്ജിമാരും ട്രൈബ്യൂണലുമായി സഹകരിക്കേണ്ട പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമായി ഊന്നി പറയുക. നിസ്സഹകരണത്തിന് ഭ്രഷ്ട് ഉൾപ്പെടെയുള്ള പിഴകൾ ലഭിക്കും. കത്തോലിക്കർ നിയമാനുസൃതമായ സഭാ അധികാരത്തെ അനുസരിക്കുകയും സഭാ ജഡ്ജിമാരെയും ട്രൈബ്യൂണലുകളുമായി സഹകരിക്കുകയും സഭാ അധികാരത്തോട് ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.